അപ്പോൾ ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മളൊരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയ ഒരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ. പക്ഷേ ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗെയിമിൽ മോഡ്സ് നമുക്ക് എല്ലാത്തരം ബസ്, KSRTC, ആനവണ്ടി, എല്ലാത്തരം ബസ്സും, ടൂറിസ്റ്റ് ബസ്, നമ്മൾ ഇന്നെടുത്തിരുന്ന വയനാടൻ ബസ്സാണ് കേട്ടോ. ഈ ഗെയിം നല്ല കളിക്കാൻ ടൂർ മോഡാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത്. ഫ്രീ മോഡുണ്ട്, കരിയർ മോഡുണ്ട്, മൾട്ടിപ്ലെയർ മോഡുണ്ട്, ടൂർ മോഡുണ്ട്. അതിൽ ഞാൻ ടൂർ മോഡാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ വയനാടൻ ബസ്സാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഭയങ്കര പിക്കപ്പാണ് കേട്ടോ വണ്ടിക്ക്, ഭയങ്കര സ്പീഡാണ്. അപ്പം നോക്കാം. നമ്മൾ ഈ മലങ്ക് സിറ്റിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പോവാം. അയ്യോ, വണ്ടിയിൽ പെട്രോളില്ലടാ. ഞാൻ അപ്പുറത്ത് ചാടണം. തൊട്ടപ്പുറത്തിന് പെട്രോൾ പമ്പുണ്ട്, അവിടെ ഒന്ന് അടിച്ചേക്കാം. കുറേ കുട്ടികൾ നമ്മൾ ബസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവന്മാർ പറയണ ഓം ടിലിറ്റ് ഓം എന്നാണ് പറയുന്നത്. എന്തരാ ഇന്തോനേഷ്യൻ ഭാഷയാണ്. ഈ ഇന്തോനേഷ്യയിലുള്ള ഒരാളാണ് ഇറക്കിയ. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കളിച്ച് നോക്കുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഗെയിം കളിക്കുകയാണ്. ഇന്നാണ് വീഡിയോ ഇടാൻ തോന്നിയത് ഈ ഗെയിമിൻ്റെ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഈ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യാൻ മറന്നു പോകുന്നു കേട്ടോ. എന്തായാലും നടന്നിട്ടില്ല. അതെന്തൊരു കൺട്രോൾസ് മിന്നണം, നേരെ ആക്കട്ടെ. അയ്യോ, ഇപ്പോൾ തിരിച്ചു വന്നു. ഓടാം, വണ്ടി ഓടാം. പിന്നെ നമ്മൾ വണ്ടി നല്ല കിടില വണ്ടിയാണേ. അയ്യോ, ഓവർടേക്കൊക്കെ ചെയ്യാൻ എന്തൊരു രസമാണെന്നറിയാമോ. വയനാടൻ ബസ് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ വയനാടൻ വ്ളോഗറിൻ്റെ വയനാടൻ ബസ്സാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ച വണ്ടിയാണ്. ഇത് ഉണ്ടാക്കിയത് ആരെന്ന് എനിക്കറിയത്തില്ല ഈ ബസ്. അപ്പോൾ നിങ്ങൾ സെയ്ത്താമ FFൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട്, എന്നാൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പെരുന്നാളൊക്കെ വരെയില്ലേ. ഞാൻ ഒരു മുസ്ലിമാണ്. അപ്പം അടുത്തൊരു പെരുന്നാളൊക്കെ വരെയാണ്. അപ്പോൾ നിങ്ങൾ പെരുന്നാളായിട്ട് എന്തൊക്കെ പരിപാടിയെന്ന് പറ. ഈ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ 100-110 പൂശി ഇവിടെ തന്നെ കേട്ടോ. അയ്യോ, എന്താ ജോമു, അടിപൊടി ജീരകം പത്രമല്ല മല്ലി. ഈ ഗെയിം വന്നിട്ട് നല്ല കിടക്കാച്ചിയാണ്. അപ്പുറത്താണ് നമ്മുടെ സ്ഥലം. ആൾക്കാരാ കയറിക്കോടാ, എല്ലാവരും കയറിക്കോ. സ്ഥലമൊക്കെ നല്ലോണം ഉണ്ട്, എല്ലാവരും കയറിക്കോ. ഇനി ബാക്ക് എടുക്കണം കേട്ടോ. പതുക്കെ ബാക്ക് എടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിന്ന് അറിയണം. പതുക്കെ എടുക്കാം. അയ്യോ, വണ്ടി തട്ടി കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ തട്ടി കേട്ടോ. അപ്പോൾ എവിടെ നോക്കിയാൽ എന്താ വണ്ടി, സോറി, ഞാനാണ് അവൻ്റെ ഇടിച്ച് കയറ്റി കൊടുത്തത്. പക്ഷെ അവൻ എന്തിനാ അവിടെ വണ്ടി നിർത്തി, അതാണ് എനിക്കറിയേണ്ട. കുഴപ്പമില്ല, വണ്ടിക്കൊന്നും പറ്റിയില്ല കേട്ടോ. ആ ബമ്പറിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളൂ. ആ പെയിൻറ്റ് പോയത്, അത് കുഴപ്പമില്ല. നമുക്ക് വെള്ള പെയിൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വണ്ടിയുടെ സ്പീഡ് നമുക്ക് ടോപ്പ് സ്പീഡ് അടുത്ത മാപ്പിൽ വെച്ച് നോക്കാം. അടുത്ത മാപ്പിങ് കുറച്ച് ദൂരേ ഉള്ളൂ. ഇവന്മാർ എന്തൊരു ചവിട്ടി പോണത്. ഒത്തിരി സ്പീഡിൽ പോടെ ഓവർടേക്ക് ചെയ്യാം ഗൈസ്. ഇവന്മാർ അത്രയ്ക്ക് എൻ്റെ അത്ര ഉള്ളവന്മാർ. അയ്യോ, അവിടെ
അവിടെ സാന്താക്ലോസിൻ്റെ ട്രീ ഇരുന്ന് കേട്ടോ. അയ്യോ ഇടിച്ച്, അയ്യോ അയ്യോ ബസ്സിൻ്റെ ലൈഫ് കുറഞ്ഞു കേട്ടോ. അയ്യോ ഇങ്ങനെ ബസ് പുതിയ പണിയൊക്കെ ഇറക്കേണ്ടതോ അല്ലേ. അയ്യോ ഇവന്മാരെയൊക്കെ കാര്യമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഗൈസ്. ഇവനാണെങ്കിൽ ഞാൻ വരണ കണ്ടിട്ട് പോലും അവൻ നിർത്താതെ അങ്ങ് പോയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വണ്ടി ഇടിച്ച് കയറ്റി മനഃപൂർവ്വം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഇടിയായി കേട്ടാ, 2 ഇടിയായി വണ്ടിയിൽ. ഞാൻ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കും. ഒരു ഇടിയും കൂടി ആവട്ടെ. ആ ലാസ്റ്റ് ഇടി ഇടിക്കണ മണിക്ക് ഒരു പോലീസിന് കംപ്ലൈൻറ്റ്. ഇവിടുത്തെ പോലീസാണെങ്കിൽ ഒരു പഴം പോലീസാണ് കേട്ടോ. എപ്പോഴും കാറും വണ്ടി ഓട്ടിച്ചുകൊണ്ട് കിടക്കും. കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇവിടെ കുറേ കാർ ഓട്ടിക്കണ പോലീസുണ്ട്. പക്ഷെ അവന്മാരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. കാറിനകത്ത് തന്നെ ഇരിക്കും, ഇവിടെ പുറത്തൊന്നും ഇറങ്ങൂല. അയ്യോ അയ്യോ എടാ ഇവന്മാർ എവിടെ നിന്ന് വരുന്നതാ. അപ്പോൾ ഈ ഗെയിം നിങ്ങൾ മറക്കണ്ട, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. അയ്യോ മാപ്പ്. അയ്യോ ഇതെന്താ ഈ ഫുട്ബോളിൻ്റെ പരസ്യം. മാപ്പ് ലോഡാവുന്ന കാർ ഡ്രൈവിംഗ് ഓൺലൈന്. എനിക്കാണെങ്കിൽ വയ്യ, നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് വില്ലേജ് മാപ്പ് റോഡ്. ഇവിടെ വെച്ച് നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കില്ല. ഇവിടെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന പ്ലേസാണ്. ഇത് സിറ്റി സൈഡല്ല, വില്ലേജ് മാപ്പാണ്. വില്ലേജ് മാപ്പെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇതാ വരണം കുറേ അമ്മമാർ. പറയണ്ടായിരുന്നു. എന്തൊരവസ്ഥയാണിത്. 150 കടക്കാറായി. ഇപ്പോൾ നമ്മൾ ഡ്രാക്ക് കുടിച്ച് എന്തിനെയാണ്. അയ്യോ കിടിലം ബസ്. കിടിലം പക്ഷെ പക്ക. ഇവന്മാര് റോഡ് നോക്കാതെയാണ് വണ്ടി എടുക്കൊണ്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടവും പെടുന്നില്ല. ഇനി കുറേ ദൂരം ഒന്നും സഞ്ചരിക്കാനില്ല. തൊട്ടപ്പുറത്താണ് നമ്മളെ പ്ലേസ് വരുന്നത്. നമ്മൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിളാണ്. ആ ടെമ്പിളിൽ ഡാൻസ് കളിക്കാനാണ് പ്ലാൻ ചെയ്തത്. ഒന്നും സംഭവിക്കൂലല്ലോ, പ്ലാനാണ്. നോക്കാം അവിടെ പോയിട്ട്. അവിടെ ആൾക്കാരില്ലെങ്കിൽ ഡാൻസ് കളിക്കാം. അയ്യോ എന്തൊരവസ്ഥയാണ് ഗായ്സ്. കേറ്റ അയ്യോ ജസ്റ്റ് മിസ്. തട്ടിയില്ലെന്ന് പറഞ്ഞ് ആ പോസ്റ്റ് തട്ടിയില്ലെന്ന് പറഞ്ഞ് വണ്ടി ഇരുന്ന്. ഈ ഹൈ റേഞ്ച് കയറണമല്ലോ നമ്മൾ. അയ്യോ ഈ ഹൈ റേഞ്ചാണ് കേട്ടോ. ഈ ബസ് കയറണമെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് ബസ്സാണ്. ഈ ബസ്സൊക്കെ കയറണമെങ്കിൽ സമ്മതിക്കണം. ഇതെന്തൊരു വളവാണ്. ചെറിയ റോഡാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് ഓട്ടിക്കാൻ പോലും പറ്റുന്നില്ല. എടുത്തോണ്ട് പോടാ, എടുത്തോണ്ട് പോ. അയ്യോ തട്ടി. കുഴപ്പമില്ല, ബാക്കല്ലേ, കുഴപ്പമില്ല. പക്ഷെ ബസ്സിൽ ലൈഫൊന്നും കൊണ്ടിട്ടില്ല. അയ്യോ പാടി വായില്ലോ. അതിന് പാടി നോക്കാനൊന്നുമില്ലല്ലോ. കറക്റ്റ് ടൈം സ്ഥലം എത്തി കേട്ടോ. ഇവന്മാരെന്തരി സ്ഥലമെത്തി. ഈ കുറച്ച് സെക്കൻഡുകളും കൂടി മാത്രം നമ്മൾ ഈ ഗെയിം വൈൻഡപ്പ്, അല്ലെങ്കിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എൻ്റെ അച്ഛൻ വിളിച്ചതാണ് കേട്ടോ. അയ്യോ ബസ് തട്ടി അച്ഛൻ വിളിച്ച ഇതിൽ. ഇപ്പം കൊണ്ട് കൊടുക്കണം ഫോണ്. ആ ഫോണിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്ന.
എന്തൊരു ഒരു സ്വന്തമായിട്ട് ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കാര്യമില്ലായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ല. കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു ബസ്സിൻ്റെ ഫോട്ടോ അങ്ങ് എടുക്കാം. നമ്മൾ ബസ്സിൻ്റെ ഫോട്ടോ എടുത്താൽ ഫോട്ടോ എടുക്കാം. കൊള്ളാമല്ലേ നമ്മളെ ബസ് കിട്ടില്ലായിട്ടുണ്ട്. ബസ് വേഴ്സസ് നമ്മൾ ട്രാഫിക്, ബാക്കിൽ പക്കാ ട്രാഫിക്കാണ്. നമ്മളെ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അകത്ത് കയറാം. ഇവന്മാരെന്തൊരു ഇവിടെ കിടന്ന് കറങ്ങണത്, എന്തരാ പരിപാടി ഒപ്പിക്കാനാണ് കേട്ടോ. നമുക്ക് അകത്ത് കയറി ഡാൻസ് കളിക്കാം, ആൾക്കാരില്ല. ആ ക്ഷേത്രത്തിൻ്റെ ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറാം. ഇവിടെ വെച്ചൊരു ഡാൻസ് കളിക്കാം. നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ ഇത്രയേ വീഡിയോ ഉള്ളൂ. ബൈ.